വെളിച്ചെണ്ണയിൽ ആവോളം ചെറിയുള്ളി ഇട്ട് മൂപ്പിച്ചൊരു ചെമ്മീൻ റോസ്റ്റ് ആയാലോ. തലയും വാലും പുറത്തെ ഷെല്ലും അകത്തെ ഞരമ്പും കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ചെമ്മീനിലേക്ക് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ചെറുനാരങ്ങ നീരും ചേർത്ത് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് വെക്കാം. മസാല പിടിക്കുമ്പോഴേക്കും ഉള്ളിയൊക്കെ ഒന്ന് നന്നാക്കി വെച്ചോളൂ. ഇനി വെളിച്ചെണ്ണ ചൂടാക്കി നല്ല തീയിൽ ഈ ചെമ്മീൻ ഒരു ഭാഗം ഒരു 2 മിനിറ്റും തിരിച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൊരിയിച്ചെടുക്കാം. പകുതി ആദ്യം ഫ്രൈ ചെയ്തു, ബാക്കിയുള്ളതും ഫ്രൈ ചെയ്ത് കോരി. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ വേണേലൊന്ന് അരിച്ചെടുക്കാം. കടുകിട്ട് പൊട്ടിച്ച് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇനിയാണ് മെയിനായിട്ടുള്ള ആൾ. കുറച്ചധികം തന്നെ ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് മൊരിഞ്ഞ് വരുമ്പോൾ കാശ്മീരി മുളക് പൊടി ഇടാം. എണ്ണയിൽ പൊടി മൂത്ത് വരുമ്പോൾ തക്കാളി അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും ചൂടുവെള്ളം കൂടെ ചേർത്ത് തക്കാളി വെന്തുടയുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചാറൊന്ന് കുറുകി തുടങ്ങുമ്പോൾ ഫ്രൈ ആക്കിയ ചെമ്മീനും കുരുമുളക് പൊടിയും പെരിഞ്ചീരകം പൊടിയും കൂടെ ചേർത്തിളക്കി അടച്ചു വെച്ച് 1 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇനി ഉപ്പ് പാകത്തിനാക്കി കുറച്ചും കൂടെ കുരുമുളക് പൊടിയും അല്പം ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല അസൽ ചെമ്മീൻ റോസ്റ്റ് റെഡി. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ചെമ്മീൻ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടപ്പോൾ തൊട്ട് ഒരു രക്ഷയില്ലാത്ത കൊതിപ്പിക്കുന്ന മണമാണ്. അപ്പോൾ ഇനി ഇത് വെക്കുന്നില്ല, നല്ല ചൂട് ചോറിൻ്റെയോ ചപ്പാത്തിൻ്റെ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കൂട്ടിയിട്ട് കഴിക്കാം.